നിഅമത്ത് എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ബാധ്യത കൂടാണ്. എന്താ ബാധ്യത? അത് തന്ന റബ്ബിനോട് കൂടുതൽ ശുക്ർ ചെയ്യണം. കൂടുതൽ നിഅമത്ത് കിട്ടിയാൽ കൂടുതൽ ശുക്ർ ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ നിഅമത്തൊക്കെ ഒരുപാട് ശുക്റൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ് എന്ന തോന്നലെങ്ങാനും വന്ന് നിന്നോട് ചെയ്യേണ്ടുന്ന ശുക്റിൽ വല്ല കമ്മിയും വന്നു പോകാതെ ഏത് സമയത്തും നിന്നോട് നിഅമത്തിന് ശുക്ർ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു പ്രേരണ, ഒരു തോന്നിപ്പിക്കൽ നിന്റെ ഭാഗത്ത് നിന്ന് സദാ എന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് ആര് പ്രാർത്ഥിക്കുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിഅനി, നീ എനിക്ക് പ്രചോദനം നൽകണം. അൽഹിംനി, നീ എനിക്ക് തോന്നിപ്പിക്കണം. വഫിഖ്നി, നീ എനിക്ക് തൗഫീഖ് തരണം. എന്തിന്? അൻ അഷ്കുറ, ഞാൻ നന്ദി കാണിക്കാൻ. നിഅമത്തുകൾ ആവോളം അനുഭവിക്കുന്ന മനുഷ്യന്റെ ബാധ്യതയാണ് നന്ദി കാണിക്കണം എന്നുള്ളത്. നമ്മളിതിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ? ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്ന് ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ എന്താ നമ്മളെ മറുപടി? ഞാനൊരു മുസ്ലിമായി എന്നുള്ളതാണ്. ഇസ്ലാം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമാണ് അള്ളാഹു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത്. അതങ്ങനെ തന്നെ അള്ളാഹ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാമികമായ നിയമങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത സൂറത്തുൽ മാഇദയുടെ ആദ്യ ഭാഗത്ത് വന്ന ആയത്ത് എന്താ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മുസ്ലിമീങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ നിഅമത്ത് തൊട്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിന് മുഴുവനും നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടവരാണ്. കയ്യും കണക്കുമില്ല എന്നാണ് നിഅമത്ത് റബ്ബ് തന്നതിന്. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുവാൻ തയ്യാറാവുകയാണെങ്കിൽ അവകളെ ക്ലിപ്തപ്പെടുത്തുവാനും തിട്ടപ്പെടുത്തുവാനും കൗണ്ട് ചെയ്യുവാനും നിങ്ങൾക്കാവില്ല. പക്ഷേ നമ്മൾക്ക് തോന്നണില്ല എനിക്ക് നിഅമത്ത് കിട്ടിയെന്ന്. എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയാണ് നമുക്ക് പറയാനുള്ളത്. ആരെങ്കിലും ചോദിച്ചാൽ എന്താ? അൽഹംദുലില്ലാ, അങ്ങനെ പോണു. വലിയ പ്രോപ്പർട്ടിയും വലിയ മുതലാളിയൊക്കെ ആയിരിക്കും, എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല, അങ്ങനെയായിട്ട് തട്ടിമുട്ടി പോണു. അതല്ലേ നമ്മളൊക്കെ പറയാ പലപ്പോഴും. അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ മാത്രമേ എനിക്കെന്താ കിട്ടിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം നോക്കാൻ പറഞ്ഞത് 4 പുറത്തുള്ള ആൾക്കാർക്കോ 4 പുറത്തുള്ള സ്ഥലങ്ങളോ ഒന്നും നോക്കാനല്ല പറഞ്ഞത്. വഫീ അൻഫുസികും. അതിനർത്ഥം എടോ, നിങ്ങളുടെ ബോഡിയെ കുറിച്ച് ആദ്യം ഒന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് പറഞ്ഞ വാചകം എന്താ? അഫലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നില്ലേ? നമ്മളെ ബോഡിക്കൊന്ന് വില ചെയ്യാറോ പേപ്പറും കടലാസും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വില ഇട്ട് നോക്കി. നമ്മുടെ മുർദാവ് മുതൽ താഴെ നമ്മളെ കാലിൻ്റെ പെരുവിരൽ വരെ നല്ലൊരു മനുഷ്യന്റെ ബോഡി വില കണക്കാക്കാൻ കഴിയുമോ നമുക്ക്? ഒരസുഖം വന്നാൽ അതിൻ്റെ മെയിൻ്റനൻസിന് വരുന്ന കോടികൾ കണക്കാക്കാൻ പറ്റുമോ നമുക്ക്? എന്നിട്ട് നമ്മൾ പറയുന്നു എനിക്കെന്ത് കിട്ടിയെന്ന്. എന്നോടെന്താ അള്ളാഹ്ക്ക് ഇങ്ങനെയാണ്, ഞാനെന്താ ഇങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അത്രത്തോളം നിഅമത്ത് കിട്ടിയത്.